ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിവിന്റെ പേടകത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ബയോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ വൈറസ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, പറഞ്ഞേ. ലിസ വൈറസ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി, പേവിഷബാധ എന്നുള്ളതാണ്. നമ്മുടെ റാബിസ് എന്ന് പറയും അല്ലെ. റാബിസ് വൈറസ് എവിടെ ബാധിക്കുന്ന രോഗമാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലിസ വൈറസ് എന്ന് പറയുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന നമ്മളുടെ ഒരു രോഗമാണ്. അതായത് നമ്മുടെ പേവിഷബാധയെ ഉള്ള ഒരു വൈറസ് ആണ് ഏതെന്ന് പറയുന്നത്? ലിസ വൈറസ് എന്ന് പറയുന്ന റാബിസ് വൈറസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി, ഉഷസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, ഉഷസ് എന്നുള്ളതാണ്. ഈ ആശ്രയ പദ്ധതി ഉണ്ടല്ലേ. എന്താണ് ഈ ആശ്രയ പദ്ധതി? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അഗതികൾക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് ഏത്? ആശ്രയ പദ്ധതി ട്ടോ. ആശ്രയ പദ്ധതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളും ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശാസ്ത്രജ്ഞന്മാരും ജോഡികളും തമ്മിലുള്ള ഒരു എന്താണ് തന്നിട്ടുണ്ട്. ആ ജോഡികളിൽ തെറ്റായവ തിരിച്ചറിയുക. നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ്? ശരിയായത് ഏതൊക്കെ എന്നുള്ളതാണ്. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക് ആണെന്ന് പറയുന്നുണ്ട്. ആണോ? അല്ല. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് അല്ലെ. റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയത്, റോബർട്ട് ഹൂക്ക് എന്തൊക്കെയാ കണ്ടേ? കോശം കണ്ടെത്തി അല്ലെ. കോശം കണ്ടെത്തി റോബർട്ട് ഹൂക്ക്. പിന്നെയോ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? റോബർട്ട് ഹൂക്ക് ആണ്. മൈക്രോഗ്രാഫി എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം കോശത്തെ കുറിച്ച് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? മൈക്രോഗ്രാഫിയ അല്ലെ. അദ്ദേഹത്തിന്റെ ബുക്കാണ് മൈക്രോഗ്രാഫിയ. അതാരാണ്? അതൊക്കെ റോബർട്ട് ഹൂക്ക് ആണ് അല്ലേ. ശരി, അടുത്തത് സസ്യകോശം. അപ്പൊ ഫസ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ജോഡി, സസ്യകോശം MJ ശ്ലീഡൻ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ജന്തുകോശം റോബർട്ട് ബ്രൗൺ ആണെന്ന് പറയുന്നു. ആണോ? ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? ആരാണ്? ബ്രൗൺ അല്ല, ശ്ലീഡൻ ആണ് അല്ലെ. തിയോഡർ ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ജന്തുകോശം ശ്ലീഡൻ ആണെങ്കിൽ ആരാണ്? ഷ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. സസ്യകോശം MJ ശ്ലീഡനും ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ തിയോഡർ ഷ്വാനുമാണ് അല്ലെ. ഗോൾജി കോംപ്ലക്സ് കണ്ടുപിടിച്ചത് കാമിലോ ഗോൾജി ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇതേപോലെ തന്നെ 1-2 കൂടെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. ഏതാണ്? കോശ സിദ്ധാന്തം ആരുടേതാണ്? കോശ സിദ്ധാന്തം ജേക്കബ് സ്ലീഡനും തിയോഡർ ഷാനുമാണ് ഇത് മുന്നോട്ട് വെച്ചത് എന്നുകൂടെ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, വിർഷോ ആണ് എന്ത്? കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ അത് റോബർട്ട് വിർഷോ ആണ് എന്നുകൂടെ അറിഞ്ഞു വെച്ചിരിക്കുക. 4ാമത്തെ ചോദ്യം, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് നമുക്കറിയാം. ഈ വൈറ്റമിൻ അഥവാ ജീവകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് അറിയാമോ? കാസിമർ ഫങ്ക് ആണ്. കോ എൻസൈം എന്നറിയപ്പെടുന്നതും അല്ലെ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ ആണ് അല്ലേ. ഈ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് ഏതെന്ന് പറയുന്നത്? നിശാന്തത. ഏതാണ്? നിശാന്തത. ഓക്കെ, വളരെ ദീർഘനാളത്തെ വൈറ്റമിൻ എയുടെ അഭാവം അത് സിറോഫ്താൽമിയ എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? സിറോഫ്താൽമിയ എന്നറിയപ്പെടുന്നു. കാരറ്റിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആണ് എന്തെന്ന് പറയുന്ന വൈറ്റമിൻ എ അല്ലെ. അത് ബീറ്റാ കരോട്ടിൻ എന്നാണ് അതിനകത്ത് ഉണ്ടാവുക. ഈ ബീറ്റാ കരോട്ടിൻ കരളിൽ വെച്ച് എന്തായി മാറുന്നു? വൈറ്റമിൻ എ ആയി മാറുന്നു. പ്രോ വൈറ്റമിൻ എ എന്നാണ് എന്തെന്ന് പറയുന്നത്? ഈ ബീറ്റാ കരോട്ടിൻ അറിയപ്പെടുന്നത് കേട്ടോ.
ഓക്കെ, 1913 ഈ വൈറ്റമിൻ എനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത ശാസ്ത്രജ്ഞന്റെ പേരറിയാവോ? ആരാണ്? എൽമർ മക്കോളൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗിക്കുന്ന DNA വാഹകർക്ക് ഉദാഹരണം ഏത്? ഓക്കെ, ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗിക്കുന്ന DNA വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് വരുന്നത്? ഏതാണ്? അത് പ്ലാസ്മിഡ് ആണ്. ഈ ലിഗേസ് എന്ന് പറയുന്നത് ഏതാണ്? ജനിതക പശ എന്നറിയപ്പെടുന്നു. ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസ് ആണ്. ഈ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ അല്ലെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയും അല്ലെ നമ്മള്. അത് എന്താണത്? അതായത് നമ്മുടെ DNA സ്ട്രാൻഡ്സുകളെ, DNA സീക്വൻസുകളെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ലിഗേസ് എന്ന് പറയുന്നത് ജനിതക പശ എന്നറിയപ്പെടുന്നു. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗിക്കുന്ന DNA വാഹകർക്ക് ഉദാഹരണമായി പറയാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് DNA സീക്വൻസുകളെ കട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നവയാണ്. ജനിതക കത്രിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്ന അസുഖം ഏതാണ് എന്ന് ചോദിച്ചു അല്ലെ. ഏതാണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നത് മൂലം, ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം സ്മൃതി നാശം സംഭവിക്കും അല്ലെ. അതായത് ഓർമ്മകൾ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷണത്തിന്റെ അഭാവം മൂലം മസ്തിഷ്കത്തില് എന്താണ് ആ ഒരു കോർഡിനേഷൻ, മസ്കുലർ കോർഡിനേഷനും ചില പ്രത്യേക ന്യൂറോണുകളുടെ നാശനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. കൈകാലുകളുടെ വിറയലാണെങ്കിലും ഈ പറയുന്ന മസ്കുലറിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാതെ വരുന്നതാണെങ്കിലും വായിലൂടെ ഉണ്ടാവുന്ന ഉമിനീർ സ്രവമാണെങ്കിലും എല്ലാം തന്നെ പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പേവിഷബാധ എന്ന് പറയുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണെങ്കിൽ പോലും അത് ജന്തുക്കളിൽ നിന്നും പകരുന്ന രോഗമാണ് എന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. റാബിസ് എന്ന് പറയും. അപസ്മാരം നമ്മളുടെ ബ്രെയിനിലൂടെ ഉണ്ടാവുന്ന ക്രമരഹിതമായ വൈദ്യുത പ്രവാഹത്തിന്റെ അല്ലെ, അതായത് ഈ പറയുന്ന ബ്രെയിനിൽ എന്താണ് കുറച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ ക്രമരഹിതമായ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ പാസേജ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? അപസ്മാരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്ന അവയവം ഏതാണ്? ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളായി മാറ്റുന്ന അവയവമാണ് ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി, കരൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോ ചിലവരുടെയെങ്കിലും മനസ്സിൽ വൃക്ക എന്നൊരു ഉത്തരം പോയിട്ടുണ്ടാവും അല്ലെ. ചിലവരുടെയെങ്കിലും മനസ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? വൃക്ക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് എന്തെന്ന് പറയുന്നത് അല്ലെ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ വൃക്ക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചിലവരുടെയെങ്കിലും മനസ്സിൽ എന്ത് പോയി? ഞാൻ ഈ വസ്തുക്കളെ മാറ്റുന്നു, ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്ന അവയവം എന്നൊക്കെ പറഞ്ഞപ്പോ ചിലരെങ്കിലും വൃക്ക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വിസർജന വ്യവസ്ഥയുടെ തന്നെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കയാണ്. നമ്മുടെ അരിപ്പ എന്നറിയപ്പെടുന്നതും വൃക്ക തന്നെയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്ന അവയവമാണ് ഏതെന്ന് പറയുന്നത്? വൃക്ക. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് ചോദിക്കാം, എന്താണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കരളാണ്. ഈ പറയുന്ന മനുഷ്യ ശരീരത്തിൽ കരൾ നിർമ്മിക്കപ്പെടുന്ന യൂറിയനെ നമ്മൾ എന്താണ് ബ്ലഡിൽ നിന്നും ഊസ് ഔട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആഗിരണം ചെയ്തുകൊണ്ട് വൃക്ക എന്ത് ചെയ്യുന്നു? മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ. നശിച്ചു പോകുന്ന കോശങ്ങൾ പുനർജീവിപ്പിക്കാൻ കഴിവുള്ള അവയവമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കരൾ എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് പിത്തരസം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഹോർമോണുകളൊന്നും ഇല്ല എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചാലും എന്താണ്? അത് കരൾ തന്നെയാണ്. നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ള അവയവം എന്ന് ചോദിച്ചാൽ എന്താണ്? അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കരളാണ്, പഠിച്ചു വെച്ചിരിക്കണം.
ഓക്കെ. അതേപോലെ തന്നെ പേശികളില്ലാത്ത അവയവം എന്നാണ് ചോദിക്കുന്നെങ്കിൽ എന്താണ്? അത് ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവം എന്നാണ് ചോദിക്കുന്നെങ്കിൽ അത് ശ്വാസകോശമാണ്. ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ത്വക്കാണ്. ഓക്കെ. ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ത്വക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. പറഞ്ഞേ. അടിയന്തര ഹോർമോൺ. ഈ സൊമാറ്റോട്രോപ്പിൻ എന്ത് പറയും? ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും, അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ അല്ലെ? വളർച്ചാ ഹോർമോൺ എന്ന് പറയും. ശരി. ഓക്കെ. ദെൻ അഡ്രിനാലിൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അടിയന്തര ഹോർമോൺ എന്ന് പറയുന്നത്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ എന്താണ്? ഫീമെയിൽ ഹോർമോൺസ് ആണ് അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ എന്താണ്? മെലാറ്റോണിൻ എന്താണ്? ഈ പറയുന്ന മെലാറ്റോണിൻ ആണ് നമ്മുടെ ശരീരത്തിലെ എന്താണ് നമ്മുടെ സമയങ്ങളും അതേപോലെ തന്നെ ഉറക്കത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കുന്ന ഹോർമോൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മെലാറ്റോണിൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ എന്താണ്? ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓക്കെ. വളർച്ചാ ഹോർമോൺ ആണ്. ഓക്കെ. സെറാട്ടോണിനും മെലാറ്റോണിൻ എന്നീ ഹോർമോണുകളെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്നറിയാവോ? പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്രന്ഥി എന്ന് പറയാം. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ എന്താണ്? നമ്മുടെ സ്ത്രീ ഹോർമോണുകളാണ്. ഓക്കെ അല്ലേ? ഉറങ്ങാനൊക്കെ സഹായിക്കുന്നത് ആരാണ്? മെലാറ്റോണിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അസ്ഥി മറ്റൊന്നിന്റെ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി കീലസന്ധിയാണ്. ഓപ്ഷൻ ബി കീലസന്ധിയാണ്. ഓക്കെ. ഉദാഹരണം ഏത് പറയാം? നമ്മുടെ കഴുത്ത്. ബാക്കി പറയട്ടെ. ഗോളര സന്ധിക്ക് ഉദാഹരണം. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് നമ്മുടെ ഗോളര സന്ധി അല്ലെ? അതെ. ശരി. അപ്പൊ ഗോളര സന്ധി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് തോളെല്ല്, ഇടുപ്പെല്ല് പോലെ വരുന്ന നമ്മുടെ ഗോളര സന്ധി എന്ന് പറയുന്ന. വിജാഗിരി സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഒരു വശത്തേക്ക് മാത്രം മടക്കാൻ കഴിയുന്ന സന്ധി നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, അതൊക്കെയാണ് എന്ത്? വിജാഗിരി സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴ, കാൽക്കുഴയൊക്കെയാണ് എന്ത്? കൈക്കുഴ തെന്നി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കൈക്കുഴ, കാൽക്കുഴ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ കുഴകൾ അല്ലെ? അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണം. കീലസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തൊക്കെ പോലെ. ഓക്കെ. ഒരു സന്ധിയുടെ അകത്ത് തന്നെ മറ്റു രണ്ട് വശത്തേക്കുമായിട്ട് നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന തരം സന്ധികളാണ് കീലസന്ധി എന്നറിയപ്പെടുന്നത്. ഗോളര സന്ധി എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയും അല്ലെ? നമ്മുടെ തോളെല്ല്, ഇടുപ്പെല്ല് പോലെ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധികളാണ് ഏതെന്ന് പറയുന്നത്? ഗോളര സന്ധി എന്ന് പറയുന്നത്. ശരി. അടുത്ത ചോദ്യം. കൽക്കരി ഖനികളിൽ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏത്? കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാണ്? ന്യൂമോകോണിയോസിസ് എന്നുള്ളതാണ്. ന്യൂമോകോണിയോസിസ് എന്നുള്ളതാണ്. ഓക്കെ. ഈ ആസ്പെറ്റോസിസ് എന്താ? ആസ്പെറ്റോസിസ് എന്താ? ആസ്പെറ്റോസ് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ് ആസ്പെറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ചേരുംപടി ചേർക്കുകയാണ്. പ്ലനേറിയ. പ്ലനേറിയ പ്ലനേറിയ ഏതാണ്? ഐസ്പോട്ട് ആണ്. പാമ്പിന്റേതാണെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൻ ആണ് അല്ലെ? അതിന് മൂക്കിന് അവിടെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അതിന് നാവിന്റെ ടിപ്പിലായിട്ട് ഈ പറയുന്ന ഗന്ധത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഓർഗൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ജേക്കബ്സൺ ഓർഗൻ. ഈച്ചയുടെ എന്താണ്? ഒരുപാട് ഇങ്ങനെ കണ്ണുകൾ അല്ലെ? ഒരുപാട് കണ്ണുകൾ ചേർന്ന ഒരു കോമ്പൗണ്ട് ലെൻസ് ആണ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഐ ആണ് ആർക്കുള്ളത്? ഈ പറയുന്ന ഈച്ചയെ പോലെയുള്ള ജീവികൾക്കുള്ളത്. ഓക്കെ. അതാണ് എന്താ? ഒമാറ്റീഡിയ എന്ന് പറയുന്നത്. സ്രാവാണെങ്കിൽ അതിന് പാർശ്വവര. അതിലുണ്ടാവുന്ന ആ ഒരു വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിന് ചുറ്റുമുണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനും ആരെ സഹായിക്കുന്നു? സ്രാവിനെ സഹായിക്കുന്നു. അപ്പൊ പ്ലനേറിയ അതായത് A എന്താണ്? 3 ആണ് വരുന്നത്. ബി പാമ്പ് ജേക്കബ്സൺ രോഗം. അപ്പൊ B 4 ആണ്.
സി ഈച്ച 1 ആണ്. ഡി എന്താണ് 2 പാർശ്വവര. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഉപയോഗപ്പെടും. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? വെണ്ടയുടെ ഇനമാണ് അനാമിക എന്ന് പറയുന്നത് അല്ലെ. ഏതാണ് വെണ്ടയുടെ ഇനം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി അനാമിക. ഈ നീലിമ എന്താ? നീലിമ എന്താ പറഞ്ഞതിൽ ഓരോന്നും എന്തൊക്കെയാന്ന് പറയാ? ഉജ്ജ്വല, ജ്വാലാമുഖി ഒക്കെ ആണെങ്കിൽ അതേതാണ്? മുളകാണല്ലേ. തക്കാളി ആണെങ്കിൽ അത് മുക്തിയാണ്. നീലിമയാണെങ്കിൽ അത് വഴുതനയാണ്. ഓക്കെ. അർക്ക, അനാമികയൊക്കെ എന്താണ്? വെണ്ട തന്നെയാണ് അല്ലെ. ശരി. അടുത്ത്, രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം ഏതാണ്? രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഏതാണ് വരുന്നത്? രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം കോർണിയാണോ, പ്യൂപ്പിൾ ആണോ, ഐറിസ് ആണോ, സിലറി പേശികളാണോ? കണ്ണിൽ ഏറ്റവും സുതാര്യമായ പുറം പാളിയാണ് ഏതെന്ന് നമ്മുടെ കോർണിയ എന്ന് പറയുന്നത് അല്ലെ. കണ്ണിന്റെ ഏറ്റവും സുതാര്യമായ പുറം പാളിയാണ് കോർണിയ. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. കണ്ണിന്റെ കൃഷ്ണമണിയുടെ മധ്യഭാഗത്തുള്ള കറുത്ത വൃത്തമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പറയുന്ന ഐറിസ് എന്താ മക്കളെ? കോർണിയാണ് ഉത്തരം വരുന്നത് കേട്ടോ. രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണ്? കോർണിയാണ്. അത് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും? നമ്മള് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയും. ഈ സിലറി പേശികൾ എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ വക്രതയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സിലാരി പേശികൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏത്? ഇന്ത്യയിൽ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി കക്കോടി അല്ലെ. കക്കോടി, കോഴിക്കോട്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക കേട്ടോ. തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. തെറ്റായത്. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം നാഡീകോശമാണെന്ന് പറയുന്നു. ശരിയാണോ? ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് നാഡീകോശം. ശരിയാണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നുണ്ട്. ആണോ? അല്ല. അതേതാണ്? ആക്സോൺ ആണ് അല്ലെ. അതാണ് ആക്സോൺ. ഈ പറയുന്ന ഇതാണ് സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്നത് അല്ലെ. ഈ കോശ ശരീരത്തിൽ നിന്നും ഈ കോശ ശരീരത്തിൽ നിന്നും നീളം കൂടിയ ഒരു തന്തു വരുന്നുണ്ട് അല്ലെ. ഈ തന്തുവാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത് അല്ലെ. ഈ ആക്സോണിന് മുകളിലൂടെ ശ്വാൻ കോശങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഈ പറയുന്നതാണ് എന്ത്? ശ്വാൻ കോശങ്ങൾ. ഈ പറയുന്ന ആക്സോണിനെ എന്താണ്? ഇതിനിങ്ങനെ ബ്രാഞ്ചസ് വരും. ഓക്കെ. ഈ പറയുന്ന ആക്സോണിന് വരുന്ന ചെറിയ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഈ ശാഖകളെയാണ് ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്നുള്ള ഈ പറയുന്ന ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബ്, ആക്സോണിന്റെ ഈ പറയുന്ന അഗ്രഭാഗങ്ങളെ നമ്മൾ സിനാപ്റ്റിക് നോബുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സിനാപ്റ്റിക് നോബുകളിലേക്ക് എത്തിക്കുന്നതാണ് ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇതാണ് കോശ ശരീരം എന്ന് പറഞ്ഞു അല്ലെ. ഈ കോശ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോണിന്റെ കുഞ്ഞു ശാഖകളെയാണ് ഡെൻഡ്രൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഡെൻഡ്രൈറ്റുകൾ എന്ത് ചെയ്യും? സിനാപ്റ്റിക് മറ്റൊരു നമ്മുടെ നാഡീകോശത്തിൽ നിന്നുണ്ടാവുന്ന ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ നിന്നും കളക്ട് ചെയ്ത് കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഡെൻഡ്രൈറ്റുകളാണ്. ഡെൻഡ്രൈറ്റുകൾ വാങ്ങി ഡെൻഡ്രോൺ വഴി എവിടെ എത്തും? കോശ ശരീരത്തിലേക്ക് എത്തും. ഓക്കെ അല്ലേ? പിന്നെ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നുണ്ട് അല്ലെ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ശരിയാണ്. then ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് അല്ലെ. ശരിയാണ്. അപ്പൊ നമ്മുടെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 2 ആണ് തെറ്റായ പ്രസ്താവന അല്ലെ. അപ്പൊ ഏതാണ്? 1, 3, 4 ശരി, 2 തെറ്റ്. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യം 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഇന്ത്യക്കാരനായ വ്യക്തി ആര്? 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്. ആരാണ്? ഡോക്ടർ എസ് ഫൈസി എന്നുള്ളതാണ്. അടുത്ത മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ നാഡീകോശം എന്ന് പറയുന്നത്. ഓക്കെ, നാഡീകോശം എന്ന് പറയുന്നത്